SNDP യോഗം വനിതാ സംഘം ലീഡേഴ്സ് അരിമാനൂർ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ റേറ്റ് ട്രസ്റ്റ് ചെയ്ത് സ്ഥലത്തെത്തിച്ചു കൊടുക്കുന്നു. ചിക്കൻ സ്റ്റാൾ തിരുപുറം. ചിക്കൻ സ്റ്റാൾ തിരുപുറം. മൊബൈൽ 9567141515. With the best ornaments from HL Hero Honda Clinic, Budakami, Tirupur. All two-wheeler works and water service. ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേദല്ലോതുമൊഴിയിലോക്കുമേ. നാട്ടുകാരെ, അരിമാനൂർ ശ്രീ നയനാർദേവ ക്ഷേത്രത്തിൻ്റെ 92ാമത് വാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായ 5ാം ഉത്സവ ദിവസമായ ഇന്ന് ഇവിടെ നടക്കുന്നത് ഒരു വനിതാ സമ്മേളനം. ഇന്ന് ഇത് 2ാമത്തെ സമ്മേളനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. രാവിലെ ശിശു സമ്മേളനം കഴിഞ്ഞു. ആ ശിശു സമ്മേളനം ശ്രീമതി അഞ്ജു സ്വാഗത പ്രസംഗം നടത്തിയ ബഹുമാനിയായ ക്ഷേത്രയോഗം പ്രസിഡന്റ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതയും കേന്ദ്ര വനിതാ സംഘത്തിൻ്റെ ട്രഷററും കോവളം യൂണിയന്റെ വനിതാ സംഘം പ്രസിഡന്റുമായ ശ്രീമതി ഗീതാ മധു, സ്വാഗതം ആശംസിച്ച ക്ഷേത്ര യോഗത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ എൻ ഹരീന്ദ്രൻ അവർകൾ, ക്ഷേത്രയോഗത്തിൻ്റെ മറ്റ് പ്രിയപ്പെട്ട SP ജയൻ, S അഭിജിത്ത്, ആറമ്പാടി ശ്രീവാസ് പട്ടേരി, ശ്രീ വിഷ്ണു പോറ്റി അവർകൾ, അഡ്വക്കേറ്റ് SS അജിത് കുമാർ, ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം, A ഷിജു, PK ദീപക്, മഹേശ്വരന്മാരുടെ, ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ ഒരു അദൃശ്യമായ സാന്നിധ്യവും അവരുടെ ഒരു കൃപാകടാക്ഷവും അനുഗ്രഹവും ശ്രീനാരായണ ഭഗവാൻ എവിടെ കാലുകുത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കുന്ന ഒരു ചരിത്ര വസ്തുത നമുക്കറിയാൻ സാധിക്കും. എൻ്റെ വീടിനടുത്ത് ശങ്കരനാരായണ ക്ഷേത്രമുണ്ട്. ഗുരുവിന്റെ മാനസപുത്രനാണ് കുമാരനാശാൻ എന്ന് നമുക്ക് അറിയാം. ആ മനസ്സ്, ഗുരുവിന്റെ മനസ്സ് തിരുവുള്ളമാണ്. നമ്മുടെ ഒന്നും മനസ്സ് തിരുവുള്ളമല്ല. നമുക്ക് അസൂയവും കുശുമ്പും പാരവയ്ക്കലും സ്വാർത്ഥതയും ഒക്കെയുണ്ട്. പക്ഷേ അരുളൻപനുകമ്പ, ഇവ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകമെന്ന് നമ്മെ പഠിപ്പിച്ച, സ്നേഹത്തിന്റെ പാലാഴി തീർത്ത അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി മന്ത്രം നമ്മോട് പറഞ്ഞു തന്ന ഗുരുവിന്റെ ഓരോ ഉതിർമണികളും, ഗുരുവിന്റെ ഓരോ അമൃതൊലികളും നമ്മൾ ഒന്നെടുത്ത് വയ്ക്കുക. അപ്പോ നമുക്ക് വേണ്ടത് ഭവനങ്ങളാണ്. എന്താണ് ഭവനം? കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. അത് സ്വാമി നിത്യചൈതന്യ യതി കൊടുത്ത നിർവചനമാണ്. ഗുരു പറയുന്നത് നമുക്ക് വേണ്ടത് ഭവനങ്ങളാണ്. ഭവനത്തിലെ
ഭഗവത് സാന്നിധ്യമുള്ളതാണ്. വീട് ഭഗവത് സാന്നിധ്യമുള്ളതാവണം. അവിടെ മഹേശ്വരൻ ഉണ്ടാവണം, മഹാദേവി ഉണ്ടാകണം, ശ്രീനാരായണ ഭഗവാൻ ഉണ്ടാകണം. നിങ്ങളുടെ ഇഷ്ട ദൈവങ്ങളുടെ കൃപാകടാക്ഷം അവിടെ ഉണ്ടാകണം. ഭഗവാൻ ഉള്ളിടത്ത് ചെകുത്താൻ വരികയില്ല. അപ്പോ ആ ഭഗവത് സാന്നിധ്യമുള്ള വീടുകൾ സൃഷ്ടിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരാണ്. അമ്മമാർക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത്, അല്ലേ? ഗുരു പറയുന്നുണ്ട്, സ്ത്രീ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന്. വസതിക്കൊത്ത് ഗുണമുള്ളവളാകണം, വരവിനൊത്ത് വ്യയം ചെയ്യുന്നവളായിരിക്കണം, അല്ലേ? എൻ്റെ ആത്മനാഥനെ അവളുടെ ഹൃദയത്തിൽ പൂജിക്കുന്നവളായിരിക്കണം. പക്ഷേ ഇന്ന് ഒരുപാട് കമ്പനങ്ങൾ ഉണ്ടായിട്ട് ഭവനത്തിലെ ഭാമാറ്റിയാൽ വനമാണുള്ളത്, അത് കാടാണ്. ആ കാടിന് രണ്ട് നീതിയേയുള്ളൂ: ഇര തേടുക, ഇണ ചേരുക. അതിലപ്പുറം കാടിന് നീതിയില്ല. സിംഹം മാനെ പിടിക്കാനോടും, മാൻ മറ്റു ജന്തുക്കളെ പിടിക്കാനോടും. പക്ഷേ ആ ഒരു വനമായി, ഒരു കാടായി അവിടെ ഉപയോഗിക്കുന്ന വാക്ക് മൃദുവായിരിക്കണം, ഋജുവായിരിക്കണം, സ്നേഹമുള്ളതായിരിക്കണം. കൂടെ ചേർന്ന് പിടിക്കുന്ന ഒരു കുടുംബമാണ് ഉണ്ടാവേണ്ടത്. ഭഗവാൻ എഴുന്നള്ളുന്ന കുടുംബത്തിൽ സ്ത്രീക്ക് വലിയ പങ്കാവുള്ളത്. സ്ത്രീയും പുരുഷനും തുല്യമായി ചേരുന്ന ഒരു വലിയ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന ആ ഒരു വലിയ മന്ത്രമാണ് ശ്രീനാരായണ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നത്. അവിടെ ഭർത്താവ് യജമാനനല്ല, ഉടമയല്ല, ഭാര്യ അടിമയുമല്ല. ആ രീതിയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആ കുടുംബം പാരസ്പര്യത്തിന്റെ പൂർണ്ണതയിൽ സ്നേഹത്തിന്റെ വിളനിലമായിട്ട് മാറണമെന്നാണ് ശ്രീനാരായണ ഭഗവാൻ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഭവനങ്ങളായി ഭവിക്കട്ടെ എന്ന്, ഭഗവത് സാന്നിധ്യമുള്ളതായി തീരട്ടെ എന്ന്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ചില കുടുംബങ്ങളിലെങ്കിലും അസ്വാരസ്യങ്ങൾ വളരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഒടുവിലൊടുക്കം നമുക്കറിയാം. ആ ഒടുവിലൊടുക്കത്തിൽ ആ കുരുക്ഷേത്രത്തിന്റെ യുദ്ധഭൂമിയിലേക്ക് മാതാവ് ഗാന്ധാരി ദേവി 100 മക്കളെ പ്രസവിച്ച അമ്മ അവിടേക്ക് കടന്നു വരുന്നുണ്ട്. ആ യുദ്ധഭൂമിയിലേക്ക് അവിടെ വരുമ്പോൾ ഭർത്താവ് കുരുടനായതുകൊണ്ട് ഭർത്താവ് കാണാത്തതൊന്നും തനിക്ക് കാണേണ്ട എന്ന പാതിവൃത്യ ധർമ്മത്തിൽ ജീവിച്ച സ്ത്രീ അവിടെ വെച്ച് അവരുടെ കണ്ണിന്റെ കെട്ടുകൾ അഴിക്കുന്നുണ്ട്. ഒരു ചേർത്തല പ്രിൻസ് ഹോട്ടലിലെ ചില വിശേഷങ്ങൾ. Yeah.